കേരളത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയായി മാറിയിരിക്കുകയാണ് ഗ്രീഷ്മ. ഇതോടെ കേരളത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീ എന്ന പദവിയും ഗ്രീഷ്മയ്ക്ക് സ്വന്തം. കഴിഞ്ഞ വർഷം, അതായത് 2024 മെയ് മാസത്തിലായിരുന്നു വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവിക്ക് വധശിക്ഷ ലഭിച്ചത്. ഇവരാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി വധശിക്ഷ ലഭിച്ച സ്ത്രീ. വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫീഖ ബീവിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിയുന്നത്. ഒരു വർഷം മുൻപ് ഇതേ നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത്. അതേ കോടതിയും അതേ ജഡ്ജുമാണ് ഷാരോൺ കേസും പരിഗണിച്ചത്. പാറശാല ഷാരോൺ കൊലക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജനമനസ്സുകളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയ്ക്ക് വെറും 21 വയസ്സ് മാത്രമുണ്ടായിരുന്നപ്പോഴാണ്. ഈ അരുംകൊലയുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് കോടതിയെ കൊണ്ട് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിക്കാൻ കാരണമായതെന്ന് ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം സുഖത്തിനും താല്പര്യത്തിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന നിലയിലേക്ക് വ്യക്തികൾ അധപ്പതിച്ചതിന്റെ ദൃഷ്ടാന്തമായിരുന്നു പാറശാലയിൽ ഷാരോൺ എന്ന യുവാവിനുണ്ടായ ദുരന്തം. യുവാവായിരുന്ന ഷാരോണുമായി ഗ്രീഷ്മക്കുണ്ടായിരുന്ന പ്രണയബന്ധം ഒരു ബാധ്യതയായി മാറിയതോടെയാണ് പ്രതി യുവാവിനെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കുന്നത്. പലപ്പോഴും സ്ത്രീകൾ പ്രതികളാകുന്നത് അപ്രതീക്ഷിതവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സംഭവിച്ചു പോകുന്നതുമായിരുന്നു. എന്നാൽ ഇവിടെ മനസ്സ് തുറന്നു പ്രണയിച്ച ഒരുവനെ വഞ്ചിച്ച് കൊലപ്പെടുത്തിയത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്ന് തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ക്രൂരതയാണ് ഇതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിൽ ഉണ്ടായിരിക്കുന്ന ശിക്ഷാവിധി ഏവരെയും ഏറെ ചിന്തിപ്പിക്കുകയും സമൂഹത്തിന് വലിയ മാതൃകയാവുകയുമാണ്. ഷാരോണിനേക്കാൾ കുറച്ചുകൂടി ജീവിത സാഹചര്യങ്ങളുള്ള മറ്റൊരു യുവാവിനെ വിവാഹം ചെയ്യുന്നതിനായി കാമുകനായിരുന്ന യുവാവിനെ വകവരുത്താൻ നീണ്ട ദിവസത്തെ പദ്ധതി തയ്യാറാക്കിയ ഗ്രീഷ്മ കൊടും കുറ്റവാളിയായാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ കോടതിയെ ധരിപ്പിച്ചിരുന്നത്. സാഹചര്യ തെളിവുകളെല്ലാം ഗ്രീഷ്മയ്ക്ക് എതിരായിരുന്നു. ലൈംഗിക ബന്ധത്തിനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കുടിപ്പിച്ച് ഒരു ദയയുമില്ലാതെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്നാണ് കോടതി വിധി ന്യായത്തിൽ വ്യക്തമാക്കുന്നത്. വിഷം കലർത്തിയ കഷായം കുടിച്ചതിനെ തുടർന്ന് 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കിടന്നിട്ടും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഏറെ ആത്മാർത്ഥമായി ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇതൊക്കെ. എന്നാൽ ഗ്രീഷ്മയാകട്ടെ തന്റെ ഭാവി ജീവിതത്തിന് വിലങ്ങുതടി ആയേക്കാവുന്ന ഷാരോൺ ജീവിച്ചിരിക്കരുതെന്ന് നിശ്ചയിച്ചുറപ്പിക്കുകയും കൊല്ലാനുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുകയുമായിരുന്നു. ആദ്യം ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവുകളായി വീഡിയോ കോടതി പരിഗണിച്ചിരുന്നു. കാമുകനെ കൊലപ്പെടുത്തിയ കാമുകിമാർ ഏറെയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അതിനീചമായുള്ള കൊലകൾ ആവർത്തിക്കാതിരിക്കാൻ, പ്രണയബന്ധങ്ങളുടെ സത്യസന്ധത വീണ്ടെടുക്കാൻ, ഗ്രീഷ്മയെ പോലുള്ള കൊടും കുറ്റവാളികൾ ഇല്ലാതിരിക്കാൻ ഈ വിധിയെ സമൂഹത്തിന് സ്വാഗതം ചെയ്യേണ്ടി വരും. സ്നേഹിക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് സമൂഹത്തിന് ഗ്രീഷ്മ നൽകിയതെന്നാണ് കോടതി വ്യക്തമാക്കിയത്. സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസ്യത തകർത്ത ഗ്രീഷ്മ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. പാറശാല ഷാരോൺ വധക്കേസിലെ വിധി കേരളീയ സമൂഹം ഒറ്റ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാവേണ്ടിയിരുന്ന ഒരു യുവാവിനെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ ജീവിതം സുഖകരമാക്കുന്നതിന്റെ ഭാഗമായി കൊന്നുകളഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയ്ക്കാണ് ഇന്ന് കോടതി വിധിയിലൂടെ വിലങ്ങു വീണിരിക്കുന്നത്. മകൻ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ കണ്ണീരിന് ഈ വിധി ശാശ്വതമായൊരു പരിഹാരമല്ലെങ്കിലും ഇനിയൊരച്ഛനമ്മമാർക്കും ഇത്തരത്തിൽ കണ്ണീർ പൊഴിക്കാതിരിക്കാൻ ഈ വിധി സഹായകമാവട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം.